എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. ജീസസ് എവരിഡേ എന്ന ഈ നമ്മുടെ കൂട്ടായ്മ ലോകരാജ്യങ്ങൾക്കൊരനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ സന്തോഷ സമയത്ത് ഈ പുതിയ ആഴ്ചയിൽ വീണ്ടും നമുക്ക് റോമാലേഖനത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി. ഞങ്ങൾക്ക് തരുന്ന എല്ലാ കൈത്താങ്ങലിനും നന്ദി. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കായിട്ട് നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായിട്ട് നന്ദി. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ 1 മിനിറ്റിൽ താഴെയുള്ള ഓഡിയോ മെസ്സേജായിട്ട് അയച്ചു തരിക. ഞങ്ങളും 1 മിനിറ്റിൽ താഴെയുള്ള ഒരു മറുപടിയോ പ്രാർത്ഥനയായിട്ടോ ഞങ്ങളും തിരിച്ച് അയക്കുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ ഭവനത്തിലെ ഉത്തരം കിട്ടാത്ത കുറേ കാര്യങ്ങൾ, ഇതിനെല്ലാം പരിഹാരം ഉണ്ട്. ദൈവവചനത്തിലൂടെ പരിഹാരമുണ്ട്. വെറും ഒരു വചന പഠനം ആയി പോകാതെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി ഈ കൂട്ടായ്മ തീരണമെന്ന് ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങൾ ജീസസ് എവരിഡേയിലൂടെ എങ്ങനെയെല്ലാം അനുഗ്രഹിക്കപ്പെടാമോ, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ തലമുറകളുടെ ഉയർച്ച എല്ലാം ഞങ്ങൾക്ക് അതൊരു സ്വപ്നമാണ്. അത് കർത്താവിൻ്റെ ഹൃദയമാണ്. ജീസസ് എവരിഡേ. യേശു എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്യുന്നതാണ് ജീസസ് എവരിഡേയിലൂടെ സംഭവിക്കുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഞാനിവിടെ പറഞ്ഞിട്ടുമുണ്ട്, മനുഷ്യർ നിങ്ങളെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. അത് ഭയങ്കര നല്ല കാര്യമാണ്. മനുഷ്യർ നിങ്ങളെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യങ്ങൾ പറയുവാൻ കരുതി വച്ചിരിക്കുന്നു, പദ്ധതിയിട്ടിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം, നിങ്ങളൊന്ന് മരിച്ചു കിട്ടണം. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവരാ കരുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയും എന്ന് ചിന്തിക്കേണ്ട. ഇതാണ് മനുഷ്യൻ. ജീവിച്ചിരിക്കുമ്പോൾ, നമുക്ക് ജീവനുള്ളപ്പോൾ അവർ നമ്മോടൊരു നല്ല വാർത്ത പറയണമെന്നില്ല. നമ്മളൊന്ന് തീർന്നു കിട്ടിയാൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മെക്കുറിച്ച് പറയുവാൻ അവർക്ക് വാതോരാതെ പറയുവാൻ ഉണ്ട്. അവർക്ക് കരയാനുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതാണ് മനുഷ്യലോകം. അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് ജീവിച്ചിരിക്കുമ്പോൾ നല്ല വാർത്തകൾ അധികം പ്രതീക്ഷിക്കാതിരുന്നാൽ നമുക്കും വലിയ സ്വസ്ഥതയുണ്ടാകും. ഒരിക്കൽ ഒരാന കാട്ടിൽ ഒരു വലിയ ആറ്റിൽ കുളിച്ച് കയറുകയായിരുന്നു. ചെളിയിൽ കിടന്ന് ഉരുളുന്ന ഒരു പന്നി ആ ഉരുണ്ട ശേഷം ചെള്ളയിൽ കുളിച്ചു വന്ന് നിന്നിട്ട് ആനയെ വിമർശിക്കുകയാണ്. നീ മുഴുവൻ അഴുക്കാണ്, നിന്നെ കാണാൻ കൊള്ളത്തില്ല, നിനക്ക് ഭയങ്കര നാറ്റമാണ്. ആന ഇതിനൊരു മറുപടിയും പറഞ്ഞില്ല. ആനയുടെ ഇത് പറയാതെ ആയപ്പോൾ തൊട്ടടുത്ത് വന്ന് നിന്ന് തൻ്റെ കാലും തുമ്പിക്കൈ എത്താവുന്ന ദൂരത്ത് നിന്നാണ് ഈ വിമർശനം. ആന ഒന്നും മിണ്ടിയില്ല. ആന തിരികെ നടന്ന് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മേ, ഒറ്റ തട്ട് കൊടുത്താൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. അപ്പോൾ ആനയമ്മ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, തുമ്പിക്കൈ കൊണ്ട് തട്ടിയാലും കാലുകൾ കൊണ്ട് തട്ടിയാലും നാറുന്നത് ഞാൻ തന്നെയാണ്. അവന് നാറ്റം ഒരു വിഷയമല്ല, എന്നാൽ ഞാൻ കുളിച്ചു കയറിയവനാണ് എന്നും ഈ സത്യം നമ്മൾ ഓർക്കണം. വിമർശനങ്ങളെ ഇതേ രീതിയിൽ നമുക്ക് കാണാൻ കഴിയണം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും അതിന് മറുപടി പറയാതെ തിരിഞ്ഞു നടക്കാമെങ്കിൽ ഒത്തിരി നാറാതിരിക്കും. ഇതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട സത്യങ്ങൾ. ദൈവമക്കൾ മറ്റുള്ളവർ പറയുന്ന, നിങ്ങൾക്കെതിരെ പറയുന്നതിന് മറുപടി പറയാതിരുന്നാൽ നാം കുറച്ചും കൂടി അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുകയുള്ളൂ. മറുപടികൾ കൊടുക്കാതിരിക്കുക. കർത്താവ് ഈ ചിന്തകളിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കും. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ചത്. അതെങ്ങനെയാണ്? എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചിട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും,
മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് മോശ പറയുന്നു. യെശയ്യാവോ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷമായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. അപ്പോൾ ഇതെല്ലാം പറയുന്നത് വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു? കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് റോമർ 10:17 അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നത് ദൈവവചനം സ്വീകരിക്കുന്നതിലൂടെയാണ്. ആ കേൾവി ദൈവവചനം കേട്ടിട്ട് ദൈവവചനം നമ്മൾ കൈക്കൊള്ളുമ്പോൾ സാക്ഷാൽ ക്രിസ്തുവിനെ, കർത്താവിനെ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ തന്നെയാണ് നമ്മൾ കൈക്കൊള്ളുന്നത്. അപ്പോൾ കർത്താവിനെ കൈക്കൊള്ളാൻ ദൈവവചനം കൈക്കൊണ്ടാൽ മതി. എന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം ഇത് എന്നോടാണ്, എന്നെക്കുറിച്ചാണ്, ഇത് എൻ്റെ കാര്യമാണ് എന്നൊന്ന് പറഞ്ഞ് ഒന്ന് കൈക്കൊള്ളാമോ? അപ്പോൾ ഇസ്രായേൽ കൈക്കൊണ്ടില്ല, എന്നാൽ മൂഢജാതികൾ അവർ കൈക്കൊണ്ടപ്പോൾ സത്യത്തിൽ അബ്രഹാമിൻ്റെ മക്കൾക്ക് ദേഷ്യമുണ്ടായി. കാരണം അവരുടെ അനുഗ്രഹം അവർക്ക് കാണാതെ ഇപ്പോൾ ജാതികൾ കാണുന്നു. ജാതികൾ എങ്ങനെ ഉണ്ടായി? ആദാം മുതൽ മോശ വരെയുള്ള ചരിത്രം വായിക്കുമ്പോൾ അത് ജാതികളെ കാണാം. എന്നാൽ മോശ മുതൽ അല്ലെങ്കിൽ ന്യായപ്രമാണം മുതൽ സ്നാപക യോഹന്നാൻ വരെ ഇതാ യഹൂദനെ നമുക്ക് കാണാം. എന്നാൽ ജാതികളിൽ നിന്നും ന്യായപ്രമാണത്തിൻ്റെ കീഴെയുള്ള അബ്രഹാമിൻ്റെ മക്കളിൽ നിന്നും പുറത്തു വന്നവരാണ് ആര്? ദൈവസഭ. ഈ രണ്ടിൽ നിന്നും പുറത്തു വന്നതാണ് കർത്താവായ യേശുവിൻ്റെ സഭ. യേശുവിൻ്റെ സഭ പ്രത്യേകമായി ദൈവം ഈ പാപികളിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. ജാതികളും യഹൂദനും തമ്മിൽ എന്നും അടിയ ശത്രുക്കളാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് കൊലവിളിക്കുന്നവരാണ്. ഇവരുടെ രണ്ടുപേരുടെ ഉള്ളിൽ നിന്ന് യേശുവിനെ സ്വീകരിച്ച, വചനം സ്വീകരിച്ചവരെ ഈ സ്വഭാവങ്ങളൊന്നുമില്ലാത്ത, കൊലവിളിക്കാത്ത, വൈരാഗ്യമില്ലാത്ത, ദ്രോഹ സ്വഭാവങ്ങളില്ലാത്ത ഒരു കൂട്ടത്തെ ദൈവം പുറത്തെടുത്തു. യഹൂദന്മാരുടെയും യവനന്മാരുടെ ഇടയിൽ നിന്ന് ഈ സത്യസഭ പുറത്തു വരാനിടയായി. യേശുക്രിസ്തുവിൻ്റെ സഭ ദൈവം പ്രത്യേകമായി സൃഷ്ടിച്ചു. കർത്താവ് സൃഷ്ടിച്ചത് തന്നെയാണ്. എങ്ങനെ? പാപികളുടെ ഉള്ളിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മുമ്പ് ഞാൻ നിഷ്ഠൂരനും ഉപദ്രവിയും ദൂഷകനുമായിരുന്നു. അവൻ യഹൂദനായിരുന്നു. യഹൂദനായിരിക്കുമ്പോൾ തന്നെ അവൻ മഹാപാപിയായിരുന്നു. അതിൽ നിന്ന് ദൈവം ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരുവനെ പുറത്തെടുത്തില്ലേ? പിന്നീട് നമ്മൾ വായിക്കുമ്പോഴും കാണുന്നു, തിമോത്തിയോസ് ജാതികളിൽപ്പെട്ടവനാണ്. ഒനോസിമോസ്, ഇങ്ങനെ കുറേ പേരുണ്ട്. ഇവരെല്ലാം അടിമയായിരുന്നു. ഒനോസിമോസ്, ഇവരാരും അബ്രഹാമിൻ്റെ മക്കളല്ലായിരുന്നു. ജാതികളിൽപ്പെട്ടവർ ഇതാ ദൈവത്തിന് വേണ്ടി പുറത്തു വരുന്നു. അപ്പോൾ ഇങ്ങനെ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ഏറ്റവും വഷളായിപ്പോയ സമൂഹത്തിൽ നിന്ന് ദൈവം പുതിയ സൃഷ്ടികളെ ഉണ്ടാക്കി. അതാണ് ദൈവസഭ. ആ ദൈവസഭയിലാണ് ഞാൻ ഈ പുതിയ സൃഷ്ടിയാണ്. 2 കൊരിന്ത്യ ലേഖനം 5:17 പ്രകാരം ഞാൻ പുതിയതാണ്, എൻ്റെ പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നു എന്ന് പറയുവാൻ ഇത് കേൾക്കുന്ന എത്ര പേർക്ക് ഒരാത്മീക ധൈര്യമുണ്ട്? ഞാൻ പുതിയതാണ്, ഞാൻ പാപിയല്ല, ഞാൻ അഴുക്കല്ല, ഞാൻ കോപപാത്രമല്ല, ഞാൻ കരുണാപാത്രമാണ്. ഈ ഒരു ബോധ്യം ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുദിനം വർദ്ധിച്ചു വരട്ടെ. ഇതൊരു വലിയ പ്രാഗൽഭ്യമാണ്. എബ്രായ ലേഖനത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ, കേട്ട വചനം അവർക്ക് ഉപകാരമായി തീർന്നില്ല എന്ന് വായിക്കുന്നു. അപ്പോൾ ദൈവവചനം കേട്ടാൽ പോരാ, അത് ഉപകാരമാക്കാൻ പഠിക്കണം. കേട്ട വചനം
അത് നമുക്ക് വിശ്വാസമാക്കി നമ്മൾ മാറ്റണം. കേട്ട വചനത്തെ നമ്മൾ അത്ഭുതമാക്കി മാറ്റണം. കേൾക്കുന്ന വചനത്തെ നാം അനുഗ്രഹമാക്കി മാറ്റണം. പശു വെള്ളം കുടിക്കുന്നു, പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. അതേ പുഴയിൽ നിന്ന് മൂർഖം പാമ്പും വെള്ളം കുടിക്കുന്നു. മൂർഖം പാമ്പ് ആ വെള്ളത്തെ വിഷമാക്കി മാറ്റുന്നു. എന്നാൽ പശുവോ അതേ വെള്ളത്തെ പാലാക്കി മാറ്റുന്നു. രണ്ട് സംവിധാനങ്ങളാണ് രണ്ട് ജീവികളിലുമുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, അത് വിഷമായിട്ട് മാറും. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്കോ അത് ദൈവശക്തിയായി മാറും. വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷയായും ദൈവശക്തിയായി മാറും. തള്ളിക്കളയുന്നവർക്ക് അത് ഭോഷത്വവും ബുദ്ധിമുട്ടും കയ്പുമായിട്ട് മാറും. അങ്ങനെ ഈ ഒരേ വചനം കേൾക്കുന്നതിലല്ല കാര്യം, അതിനോട് പ്രതികരിക്കുന്നതിലാണ് കാര്യം. നിങ്ങൾ കേട്ട വചനം സാക്ഷാൽ വചനമായി കൈക്കൊണ്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് അതാ. വചനം കേൾക്കുമ്പോൾ ഇതെന്നോടാണ്, ഇതെനിക്കുള്ളതാണ്, ഈ ബ്ലെസ്സിങ് എനിക്കുള്ളതാണ്, ഇന്ന് ഈ ബ്രദർ രാവിലെ സംസാരിച്ച ഈ അനുഗ്രഹങ്ങൾ എനിക്കുള്ളതാണ്, സൗഖ്യം എനിക്കുള്ളതാണ്, വിടുതൽ എനിക്കുള്ളതാണ്. ക്രൂശിലൂടെ യേശു ശാപത്തെ ചുമന്നു, ബാക്കി അനുഗ്രഹമേ ഉള്ളൂ. അനുഗ്രഹം എനിക്കുള്ളതാണ്, ഞാൻ ദൈവ പൈതലാണ്, അബ്രഹാമിൻ്റെ അനുഗ്രഹം എനിക്കുള്ളതാണ്. ആവർത്തിച്ച് ഇന്ന് രാവിലെ മുതലൊന്ന് പറയാമോ? അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അവർ നോക്കി, അവർ കുത്തിപ്പറഞ്ഞു, അവർ തള്ളിപ്പറഞ്ഞു, അവരൊറ്റപ്പെടുത്തി, എനിക്കാരുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാലമൊന്ന് മതിയാക്ക്. എന്നിട്ട് ദൈവവചനം, രാവിലെ കേൾക്കുന്ന ദൈവവചനം എന്നോടാണ്, ഇത് എനിക്കുള്ളതാണ്, ഇത് ഞാൻ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഒന്ന് പിടിച്ചെടുക്കുക. നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഒത്തിരി അഭിവൃദ്ധിയുള്ള വ്യക്തിയായി മാറും. എനിക്കറിയാവുന്ന ഒരു ദൈവദാസനുണ്ട്. ഞാൻ കാണുമ്പോൾ ഒരു കെട്ടിടപ്പണിക്കാരൻ, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ കാണുമ്പോൾ ഒരു കെട്ടിടപ്പണിക്കാരൻ, വെറും 7ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, വിദ്യാഭ്യാസമൊന്നുമില്ല, കള്ളു കുടിക്കും, അടിയിടിയും വഴക്കായിട്ട് കള്ളു കുടിച്ച് നടന്ന ഒരു മനുഷ്യൻ യേശുവിനെ സ്വീകരിച്ചു. അന്നു മുതൽ എത്ര ഭക്തിയോടെ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കും. ആരോട് ദൂത് പറഞ്ഞാലും അദ്ദേഹം ഏറ്റെടുക്കും. ഒരിക്കൽ ചർച്ചിൻ്റെ പുറകിലിരിക്കുന്ന ഒരനക്കമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ തലയിൽ അന്ന് വന്ന പ്രവാചകൻ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, നീ അമേരിക്കയിൽ പോ. അവൻ ഒരനക്കമില്ല, അവനത് ഏറ്റെടുത്തില്ല. എന്നാൽ ഈ ചെറുപ്പക്കാരൻ, ഫ്രണ്ടിലിരിക്കുന്ന ചെറുപ്പക്കാരൻ, അത് കൈയടിച്ച് എന്നോടാണെന്നും പറഞ്ഞ് ഫ്രണ്ടിൽ ഒരു വിപ്ലവം ഉണ്ടാക്കി അതിനെ പ്രതികരിച്ച് ഏറ്റെടുത്തു. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ എൻ്റെ സ്നേഹിതനാണ്. പാസ്റ്റർ അവനോട് പറയടാ മിണ്ടാതിരി. പക്ഷെ അവൻ അപ്പോൾ നടങ്ങിയിരിക്കും. വീണ്ടും ഈ വന്ന പ്രോഫറ്റ് എൻ്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം പുറകിൽ പോയി ആട്ടുകല്ല് പോലെ ഇരിക്കുന്നവൻ്റെ തലയെ കൈവച്ചിട്ട്, നീ ഓസ്ട്രേലിയയിലെ അഡ്ലെയ്ഡുള്ള ഒരു സ്ഥലത്ത് യെല്ലോ കളർ, അതായത് മഞ്ഞ കളറിലുള്ള ഹെലികോപ്റ്ററിൽ പറക്കും. അവൻ അനങ്ങുന്നില്ല, പുറകിലുള്ളവനോടാ പറയുന്നത്. ഇവൻ ഇത് ഏറ്റെടുത്തു, ഫ്രണ്ടിലിരിക്കുന്ന ആളെ ഏറ്റെടുത്തു. അവൻ അതിനെ കൈയടിച്ച് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു. ചർച്ചിലുള്ളവർക്ക് ചിരിയോട് ചിരി. പാസ്റ്റർ തലേ കൈ വെക്കണം, ഇവൻ സുവിശേഷ വേലക്ക് ഇറങ്ങിയേക്കണ്. എന്ത് വിഡ്ഢിത്തരമാണ്. എല്ലാവരോടും പറയുന്ന പ്രവചനത്തിന് ഇവനാണ് ആമേൻ പറയുന്നത്. ഇവനെ അകത്തോട്ട് പാസ്റ്റർ കൊണ്ടുപോയി വഴക്ക് പറയടാ, ബല്ലവൻ്റെ ദൂത് നീ എന്തിനാടാ ആമേൻ പറയുന്നത്? ഉടനെ പറഞ്ഞു, പാസ്റ്റർ ഇത്രയും നല്ല ദൂത് എന്നോട് ആരും പറയില്ല, ഞാനൊരു പാവപ്പെട്ടവനാണ്, അവൻ വലിയ കുടുംബത്തിലെയാണ്, അവനോട് അങ്ങനെയുള്ള ദൂതൊക്കെ പാസ്റ്റർമാർ പറയും, എന്നോടിത് ആരും പറയത്തുമില്ല, അതുകൊണ്ട് അവൻ എടുക്കാത്തത് കൊണ്ട് ഞാനങ്ങോട്ട് എടുത്തതാണ്. കാലങ്ങൾ കഴിഞ്ഞു. ഈ ഫ്രണ്ടിൽ ഇരുന്ന് ഇത് ഏറ്റെടുത്തവൻ ഇപ്പോൾ അമേരിക്കയിൽ വാഷിങ്ടൺ DC-യിലുണ്ട്. 10-15 പ്രാവശ്യം പോയി വന്നു. മാത്രമല്ല ഓസ്ട്രേലിയയിലെ അഡ്ലെയ്ഡിൽ ബാബു എന്ന് പറയുന്നൊരു പാസ്റ്ററുണ്ട്. ആ പാസ്റ്ററിൻ്റെ ചർച്ചിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. ഒരു ഇംഗ്ലീഷ് ചർച്ചാണ്. ആ ചർച്ചിൽ 3-4 വർഷം മുമ്പ് ഈ ചെറുപ്പക്കാരൻ പോയി. അന്ന് ഒരു ഇംഗ്ലീഷുകാരൻ്റെ മോനെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ഒത്തിരി പേര് അഭിഷേകം പ്രാപിച്ചു. അന്ന് ഇംഗ്ലീഷുകാരൻ്റെ മോൻ. ഇംഗ്ലീഷുകാരൻ ഈ പാസ്റ്ററോട്, അവിടുത്തെ പാസ്റ്ററോട് പറഞ്ഞു, ബാബു പാസ്റ്ററോട് പറഞ്ഞു,
ഈ ദൈവദാസനെ ഞാൻ ഇന്ന് വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കൊണ്ടുപോകുക മാത്രമല്ല, അന്ന് അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഈ സായിപ്പിൻ്റെ 1500 ഏക്കറുള്ള ആപ്പിൾ തോട്ടത്തിൻ്റെ മുകളിലൂടെ സായിപ്പിൻ്റെ യെല്ലോ കളർ ഹെലികോപ്റ്ററിൽ അഡ്ലേഡ് എന്ന സ്ഥലത്ത് ആകാശത്തുകൂടി ഈ ഫ്രണ്ടിലിരുന്ന ദൈവദാസൻ പറന്നു. ഈ ദൈവദാസൻ്റെ പേര് ഷാജൻ ജോർജ് എന്നാണ്. കോട്ടയത്തുള്ള ഡെലിവറൻസ് ചർച്ചിലെ പാസ്റ്ററിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹം പ്രൈസ് ജനറേഷൻ ചർച്ചിലെ ഒരു മോളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ആത്മീയ പൈതലാണ്. ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ്. നോക്കണേ, ഏറ്റെടുക്കുന്നതിൻ്റെ ശക്തി. നിങ്ങളിത് പലവട്ടം ഇന്നത്തെ എപ്പിസോഡൊന്ന് കേൾക്കണം. എങ്ങനെ ഏറ്റെടുക്കാം? എന്ത് കേട്ടാലും നല്ലതെല്ലാം എനിക്കുള്ളതും. തിന്മയിൽ നിങ്ങൾ പ്രതികരിക്കേണ്ട. തിന്മയ്ക്ക് ശിശുക്കളായിരിക്കണം, നന്മയ്ക്ക് നിങ്ങൾ പ്രതികരിക്കുന്നവരാകണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് വിടുതലാകും. ഇന്നു മുതൽ വചനം കേൾക്കുമ്പോൾ അത് പിടിക്കണം. നിങ്ങൾ പറയണം, അത് എന്നോടാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെടാൻ യേശു സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കും. ഈ കേട്ട വചനം എല്ലാവർക്കും അനുഗ്രഹവും, എല്ലാവർക്കും വിടുതലും, എല്ലാവർക്കും ഉപകാരവും, എല്ലാവർക്കും സൗഖ്യവുമാകട്ടെ. ഇത് കേട്ട എല്ലാ വീടുകളിലും അത്ഭുതം നടക്കട്ടെ. ഈ ആഴ്ച മുതൽ വലിയ നന്മകൾ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെ പരീക്ഷകളെല്ലാം അനുഗ്രഹമായി നടക്കട്ടെ. എല്ലാ കുടുംബങ്ങളിലും മഴയുടെ അസ്വസ്ഥതകളെല്ലാം മാറി സ്വസ്ഥതയുള്ള ഒരന്തരീക്ഷം ഉണ്ടാകട്ടെ. ക്ഷുദ്രജീവികളുടെ ശല്യങ്ങൾ വീടുകളിൽ അധികമുണ്ടല്ലോ, അതെല്ലാം വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം. കുടുംബങ്ങളിൽ ക്രിസ്തുവിലുള്ള സമാധാനം നിറയണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. യേശു 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 ആരിലും മതിയായവൻ. ആ യേശുവിന്റെ നാമത്തെ ഉയർത്തിയാട്ടെ. യേശു 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 ആരിലും മതിയായവൻ. യേശു 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 ആരിലും മതിയായവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ.
പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുമ്പോ സർവം നന്മയ്ക്കായി ഭാവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനകിലും. ദൈവത്തെ സ്നേഹിക്കുമ്പോ സർവം നന്മയ്ക്കായി ഭാവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ചാൽ നമുക്കൊരുക്കിടും അവനകിലും. കൃപയരുളിടുമേ, കൃപയരുളിടുമേ, ബലമണിക്കുമേ, കൃപയരുളിടുമേ, ബലമണിക്കുമേ, മധുരമാ